എല്ലാ കുട്ടികൾക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഇൻഫ്ലോറസൻസിൻ്റെ മോർഫോളജിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. പറഞ്ഞിരുന്നു നമ്മൾ ഇൻഫ്ലോറസൻസ് 2 തരത്തിലുണ്ടെന്ന് അല്ലേ? ഗൂഗിൾ മീറ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഇതാണ് ഒന്ന്, റസിമോസ് ടൈപ്പും സൈമോസ് ടൈപ്പും. റസിമോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പൂക്കൾ അറ്റത്ത് കാണുന്നു, വലിയ പൂക്കൾ വിടർന്ന് താഴെയും കാണുന്നു. ഇത്തരത്തിലുള്ള അറേഞ്ച്മെന്റിനെ നമ്മൾ അക്രോപിറ്റൽ സക്സഷൻ എന്നാണ് വിളിക്കാറുള്ളത്. യങ്ങർ ഫ്ലവേഴ്സ് ടുവേഴ്സ് ദ ടിപ്പ് ആൻഡ് മെച്ചുർ ഫ്ലവേഴ്സ് ടുവേഴ്സ് ദ ബേസ് ആൻഡ് ദി പിഡങ്കിൾ ഗ്രോസ് ഇൻഡെഫിനിറ്റ്ലി. പിഡങ്കിളിന്റെ ഗ്രോത്ത് റസിമോസ് ഇൻഫ്ലോറസൻസിൽ ഇൻഡെഫിനിറ്റ് ആണ്. ഇൻഡെഫിനിറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കാലങ്ങളോളം വളർന്നുകൊണ്ടിരിക്കുന്നില്ല. എന്നിരുന്നാലും സൈമോസിനെ കമ്പയർ ചെയ്യുമ്പോൾ പിഡങ്കിളിന്റെ ഗ്രോത്ത് കുറച്ചും കൂടി വലുതാണ്. അതുകൊണ്ട് തന്നെ പൂങ്കുലയുടെ വലിപ്പം മിക്കവാറും കൂടുതലായിരിക്കും റസിമോസ് ഇൻഫ്ലോറസൻസിൽ. ഫോർ എക്സാമ്പിൾ കാഷ്യ, കണിക്കൊന്ന. അടുത്ത ടൈപ്പായിരുന്നു സൈമോസ് ഇൻഫ്ലോറസൻസ്. പിഡങ്കിൾ വരുന്നു, അത് ഒരു ഫ്ലവറിൽ അവസാനിക്കുന്നു. പിന്നെ യങ്ങർ ഫ്ലവേഴ്സ് അതിൻ്റെ താഴെ നിന്നാണ് ഉണ്ടാവുന്നത്. മുല്ലപ്പൂവിലൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള അറേഞ്ച്മെന്റിനെയാണ് സൈമോസ് ഇൻഫ്ലോറസൻസ് എന്ന് വിളിക്കും. ഈ ഒരു അറേഞ്ച്മെന്റ് യങ്ങർ ഫ്ലവേഴ്സ് ടുവേഴ്സ് ദി ബേസ് ആൻഡ് മെച്ചുർ ഫ്ലവേഴ്സ് ഓൺ ദി ടിപ്പ് ഈസ് കോൾഡ് ബേസിപിറ്റൽ സക്സഷൻ. എക്സാമ്പിൾ ജാസ്മിൻ. നെക്സ്റ്റ് ഫ്ലവറിന്റെ മോർഫോളജിയാണ് നമ്മൾ പഠിച്ചത്. ഇതുപോലെ തന്നെ ഇൻഫ്ലോറസൻസിന്റെ കോമൺ ആക്സിസിനെ വിളിക്കുന്ന പേരാണ് പിഡങ്കിൾ. കോമൺ ആയിട്ടൊരു തണ്ട് ഉണ്ടാവുമല്ലോ, പൂങ്കുലയുടെ തണ്ട്, അതിനെയാണ് പിഡങ്കിൾ എന്ന് വിളിക്കുക. ഇനി അടുത്ത് നമ്മൾ പൂവിലേക്ക് പോവുകയാണെങ്കിൽ പൂവിനൊരു തണ്ടുണ്ടായിരിക്കും, അതിനെ പെഡിസൽ എന്നാണ് വിളിക്കുക. അതിന് മുകളിലായിട്ട് ഒരു ജോയിന്റ് ഉണ്ടായിരിക്കും അല്ലേ? കുറേയധികം ഭാഗങ്ങളെ കൂടി കണക്ട് ചെയ്യുന്ന ഒരു ജോയിന്റ് ആണ് തലാമസ് അഥവാ റിസപ്റ്റക്കിൾ. ഈ തലാമസിന്റെ മുകളിലായിട്ട് കാലിക്സ് എന്ന് പറയുന്ന പച്ച കളറിലുള്ള ഭാഗവും അതിന്റെ ഉള്ളിലായിട്ട് കളർഫുൾ ആയിട്ടുള്ള കൊറോള എന്ന് പറയുന്ന ഭാഗവും ഏറ്റവും അകത്തായിട്ട് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആയിട്ടുള്ള ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും ഉണ്ടായിരിക്കും. മറക്കരുത്, പേരുകളൊക്കെ ഒന്നുകൂടെ പറഞ്ഞു നോക്കുക ടീച്ചറുടെ ഒപ്പം തന്നെ. ആൻഡ്രീഷ്യം മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനെ വിളിക്കുന്ന പേരാണ്, ഗൈനീഷ്യം ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ. ഇത്രയും പാർട്സ് ആണ് ഒരു പൂവിന് ബേസിക് ആയിട്ട് ഉണ്ടായിരിക്കേണ്ടത്. ഇനി പൂവിന്റെ പലതരത്തിൽ നമ്മൾ പൂവിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സിമെട്രി എന്നാണ് പറയുക. പൂവിന്റെ സിമെട്രി നോക്കുകയാണെങ്കിൽ ചില പൂക്കളെ ഏത് ഡയറക്ഷനിൽ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാലും 2 ഒരേപോലുള്ള സെഗ്മെന്റുകളെ നമുക്ക് കിട്ടാറുണ്ട്. അത്തരത്തിലുള്ള സിമെട്രിയുള്ള ഫ്ലവേഴ്സിനെ നമ്മൾ ആക്ടിനോമോർഫിക് ഫ്ലവേഴ്സ് എന്നാണ് വിളിക്കാറുള്ളത്. അതേസമയം പയറിന്റെ പൂ പോലെ 2 ഭാഗം മാത്രം ഒരേപോലെ കിട്ടുന്ന ഒരു പ്ലെയിനിൽ മാത്രം നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ മുറിച്ചാൽ അത് വേറെ രീതിയിലാവും പൂ കിട്ടുക. അപ്പോൾ 2 ഈക്വൽ ഹാഫുകൾ കിട്ടണമെങ്കിൽ ഒരേ ഒരു പ്ലെയിനിലൂടെ കട്ട് ചെയ്താൽ മാത്രമേ കിട്ടുകയുള്ളൂ എങ്കിൽ അത്തരത്തിലുള്ള ഫ്ലവേഴ്സിനെയാണ് നമ്മൾ സൈഗോമോർഫിക് ഫ്ലവേഴ്സ് എന്ന് വിളിക്കുന്നത്. പീ പ്ലാന്റ് ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്, പീ ഫ്ലവേഴ്സ്. ഇനി ഒരു രീതിയിലും നമുക്ക് 2 ഭാഗങ്ങളെ ഈക്വൽ ആയിട്ട് മുറിക്കാനായിട്ട് കഴിയുന്നില്ല എങ്കിൽ അത്തരം ഫ്ലവേഴ്സിനെ എസിമെട്രിക് ഫ്ലവേഴ്സ് എന്നാണ് വിളിക്കാറുള്ളത്. ഇനി ഫ്ലവേഴ്സിൽ എത്ര കാലിക്സ്, കൊറോള എണ്ണം ഉണ്ട് എന്ന് നോക്കിയിട്ട് നമുക്ക് നമ്പർ ഓഫ് ഫ്ലോറൽ വേൾഡ്സ്, പൂവിന്റെ എതളുകളുടെയൊക്കെ എണ്ണം, വലയങ്ങൾ, വേൾഡ്സ്, അതിനനുസരിച്ച് നമുക്ക് പൂക്കളെ 3ആയിട്ട് തിരിക്കാം. ട്രൈമീറസ് 3ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് കാണുന്നതെങ്കിൽ ടെട്രാമീറസ് എതളുകളൊക്കെ 4ഉം 4ന്റെ മൾട്ടിപ്പിൾസ് 4 അല്ലെങ്കിൽ 8 ഒക്കെ ആയിട്ടാണ് കാണുന്നതെങ്കിൽ ടെട്രാമീറസ് എന്നും, പെന്റാമീറസ് 5, 10 ഒക്കെ ആയിട്ടാണ് കാണുന്നതെങ്കിൽ അതിനെ നമ്മൾ പെന്റാമീറസ് ഫ്ലവേഴ്സ് എന്നുമാണ് വിളിക്കുന്നത്. പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ട്രൈ 3, ടെട്രാ 4, പെന്റ 5. ഇനി പൂവില് ഗൈനീഷ്യം അഥവാ ഓവറിയുടെ പൊസിഷൻ അനുസരിച്ച് നമുക്ക് പൂക്കളെ പലതരത്തിൽ തരംതിരിക്കാനായിട്ട് പറ്റും. ഇതാണ് ഓവറി കേട്ടോ, ഇതിലിവിടെ ഓവറി, ഇതിലിവിടെയാണ് ഓവറി. ഓവറി ഏറ്റവും താഴെയാണ് കാണുന്നതെങ്കിൽ, ഒരു പൂവിന്റെ ഏറ്റവും താഴ്ഭാഗത്ത് ഓവറി കാണുകയാണെങ്കിൽ അത്തരം അറേഞ്ച്മെന്റിനെ നമ്മൾ ഇൻഫീരിയർ ഓവറി എന്ന് നമുക്ക് വിളിക്കാം. ഇൻഫീരിയർ ഓവറിയുള്ള പൂക്കളെ എപ്പിഗൈനസ് ഫ്ലവേഴ്സ് എന്നാണ് വിളിക്കാറുള്ളത്. ഇനി ഗൈനീഷ്യത്തിന്റെ പൊസിഷൻ ഒരു മുകളിലാണെങ്കിൽ, ഇപ്പൊ ഇവിടെ നോക്കൂ, ബാക്കി എല്ലാ വേൾഡ്സും സ്റ്റേമൻസും കൊറോളയും നമ്മുടെ കാലിക്സും ഒക്കെ വരുന്നത്
ഗൈനീഷ്യത്തിൻ്റെ താഴെ നിന്നാണ്. ഇത്തരത്തിലുള്ള അറേഞ്ച്മെൻറ്റ് ഓവറി സുപ്പീരിയർ ആണെന്ന് നമുക്ക് പറയാം അല്ലേ. അങ്ങനെയുള്ള പൂക്കളെ ഹൈപ്പോഗൈനസ് ഫ്ലവേഴ്സ് എന്നാണ് വിളിക്കാറുള്ളത്. ഇനി തലാമസൊക്കെ കുറച്ചും കൂടി പ്രൊജക്റ്റ് ചെയ്ത് വന്ന് അതിൻ്റെ മുകളിൽ ഓവറിയുടെ മിഡിലിൽ നിന്നാണ് ഈ എല്ലാ ഭാഗങ്ങളും, ബാക്കിയുള്ള ഭാഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിക്സും കൊറോളയും സ്റ്റേമൻസും എല്ലാം വരുന്നത് ഓവറിയുടെ മിഡിൽ പൊസിഷനിൽ നിന്നാണെങ്കിൽ അത്തരം ഓവറിയെ നമുക്ക് ഹാഫ് ഇൻഫീരിയർ, ഹാഫ് സുപ്പീരിയർ എന്നൊക്കെ വിളിക്കാം. ഇത്തരം ഫ്ലവേഴ്സിനെ നമ്മൾ പെരിഗൈനസ് ഫ്ലവേഴ്സ് എന്നാണ് വിളിക്കാറുള്ളത്. ഫ്ലവേഴ്സ് വിത്ത് സുപ്പീരിയർ ഓവറി ഈസ് കോൾഡ് ഹൈപ്പോഗൈനസ്, ഇൻഫീരിയർ ഓവറി ഈസ് കോൾഡ് എപ്പിഗൈനസ് ആൻഡ് മിഡിൽ പൊസിഷനുള്ള, മീഡിയം പൊസിഷനുള്ള ഓവറിയുള്ള ഫ്ലവേഴ്സിനെ പെരിഗൈനസ് ഫ്ലവേഴ്സ് എന്നാണ് വിളിക്കാറുള്ളത്. നെക്സ്റ്റ് നമ്മൾ പൂക്കളുടെ എതളുകളുടെ ക്രമീകരണമാണ് നോക്കുന്നത്. പൂക്കളുടെ എതളുകൾ കാലിക്സും കൊറോളയും ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, അറേഞ്ച്മെന്റ് ഓഫ് പെറ്റൽസ് ആൻഡ് സെപ്പൽസ് ഇൻ എ ഫ്ലവർ ബഡ്. മുട്ടായിരിക്കുന്ന സമയത്ത് ഇങ്ങനെ അടഞ്ഞിരിക്കൂലേ, വളരെ ടൈറ്റായിട്ട് ഭംഗിയായിട്ട് അടഞ്ഞിരിക്കും. അതിങ്ങനെ വിരിഞ്ഞ് വിരിഞ്ഞ് വരും അല്ലേ, മെച്ചുറാവുന്നതോട് കൂടിയിട്ട്. എന്തായാലും ഇങ്ങനെ അടഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ ആ പൂവിൻ്റെ എതളുകളുടെ ക്രമീകരണം ഒന്ന് നോക്കണം. പല പൂക്കൾക്കും പല രീതിയിലാണത് വരുന്നത്. ചില പൂക്കളുടെ എതളുകളുടെ രണ്ട് മാർജിൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ടച്ച് ചെയ്യുക മാത്രമേ ചെയ്യുന്നുണ്ടായിരിക്കുള്ളൂ, ഓവർലാപ്പിംഗ് ഉണ്ടായിരിക്കില്ല. മാർജിൻസ് കണ്ടോ, ഇവിടെ കണ്ടോ, ഒന്നൊന്നിൻ്റെ മുകളിലേക്ക് കയറിയിരിക്കുന്നുണ്ടോ? ഇല്ല. ഇങ്ങനെ പെറ്റൽസ് ആണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. പെറ്റൽസ് ഒന്നൊന്നിനെ തൊട്ടിരിക്കുക അല്ലെങ്കിൽ വിട്ടിരിക്കുകയാണ്. പക്ഷെ എന്താണ്, ഓവർലാപ്പിംഗ് ഇല്ലാത്ത രീതിയിലുള്ള പെറ്റൽസിന്റെ അറേഞ്ച്മെന്റിനെ വിളിക്കുന്ന പേരാണ് വെൽവേറ്റ്. എന്തായാലും ഈ അറേഞ്ച്മെന്റ്സിന്റെ മൊത്തമായിട്ട് ഈ പലതരത്തിലുള്ള ഈ അറേഞ്ച്മെന്റിനെ കോമൺ ആയിട്ട് വിളിക്കുന്ന ഒരു പേരാണ് ഈസ്റ്റുവേഷൻ എന്ന് പറഞ്ഞു നോക്കൂ കൂടെ. ഈസ്റ്റുവേഷൻ, AE ആണ് കേട്ടോ, AESTIVATION, ഈസ്റ്റുവേഷൻ. എന്താണ് ഈസ്റ്റുവേഷൻ? അറേഞ്ച്മെന്റ് ഓഫ് പെറ്റൽസ് ആൻഡ് സെപ്പൽസ് ഇൻ എ ഫ്ലവർ ബഡ്. It may be velvet type. Velvet type means there is no overlapping of whorls. ഇവിടെ കാലിക്സും കൊറോളയൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർലാപ്പിംഗ് വരുന്നില്ല. അതേസമയം ചെമ്പരത്തി പോലുള്ള ചില ചെടികളുടെ പൂക്കളുടെ എതളുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മുട്ടിലിരിക്കുന്നത് ഈ രീതിയിലായിരിക്കും. ഒരു മാർജിൻ വന്ന് അടുത്ത പെറ്റലിന്റെ അടിയിലേക്ക് വന്നിരിക്കും. ഇതിൻ്റെയും അതേപോലെ തന്നെ ഇവിടെയും അതെ, ഇവിടെയും അതെ. ഇങ്ങനെ ഒന്നിടവിട്ടൊന്ന് എല്ലാത്തിൻ്റെയും ഒരു മാർജിൻ മുകളിലും ഒരു മാർജിൻ അകത്തുമായിട്ടും ആണ് കാണാൻ പറ്റുക. ട്വിസ്റ്റ് ചെയ്തിട്ടാണ് കാണുന്നത് അല്ലേ, ഒന്നിങ്ങനെ കുറച്ചൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട്. ഈ രീതിയിൽ വൺ മാർജിൻ മാത്രം ഓവർലാപ്പ് ആയിട്ട് കാണുന്ന രീതിയിലുള്ള അറേഞ്ച്മെന്റിനെ ട്വിസ്റ്റഡ് അറേഞ്ച്മെന്റ് എന്നാണ് വിളിക്കുക. അടുത്ത അറേഞ്ച്മെന്റിനെ വിളിക്കുന്ന പേരാണ് ഇംബ്രിക്കേറ്റ്. ഇംബ്രിക്കേറ്റ് ഈസ്റ്റുവേഷൻ. ഇവിടെ നോക്കൂ, ഇവിടെ ഒരു മാർജിൻ, ഒരു പെറ്റലിന്റെ രണ്ട് മാർജിനും അകത്തായിട്ടും ഒരു പെറ്റലിന്റെ രണ്ട് മാർജിനും പുറത്തായിട്ടും കാണുന്നു. ബാക്കിയെല്ലാം തന്നെ ഇൻ ആൻഡ് ഔട്ട് ആണ് അല്ലേ, ട്വിസ്റ്റഡ് പോലെയാണ് കാണുന്നത്, ഇതും ഇതും ഇതും. അതേസമയം ഈ ഒരു പെറ്റലിന്റെ രണ്ട് മാർജിനും ഉള്ളിലാണ്, ഈ ഒരു പെറ്റലിന്റെ രണ്ട് മാർജിനും പുറത്താണ് അല്ലേ. അപ്പോൾ പ്രത്യേകമായിട്ടുള്ള ക്രമീകരണങ്ങളൊന്നുമില്ലാത്ത രീതിയിലുള്ള അറേഞ്ച്മെന്റ് ആണ് എന്ത്, ഇംബ്രിക്കേറ്റ് അറേഞ്ച്മെന്റ്. ഓവർലാപ്പിംഗ് ഉണ്ട്, പക്ഷെ അത് പ്രത്യേകമായിട്ടുള്ള രീതിയിലല്ല അല്ലേ, ഒന്നുള്ളിലും ഒന്ന് പുറത്തൊക്കെയാണ് കാണുന്നത്. അങ്ങനെയുള്ള അറേഞ്ച്മെന്റിനെയാണ് ഇംബ്രിക്കേറ്റ് അറേഞ്ച്മെന്റ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ഗുൽമോഹർ എന്നൊക്കെ വിളിക്കുന്ന നമ്മൾ മെയ് മാസത്തിൽ ഉണ്ടാകുന്ന ഒരു മരത്തുമ്പോൾ നിറയെ ചുവന്ന കളറിൽ പൂവുണ്ടാവുന്ന കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ഗുൽമോഹർ. ഇതൊക്കെ ഈ ഇംബ്രിക്കേറ്റ് ഈസ്റ്റുവേഷൻ കാണിക്കുന്ന ഫ്ലവേഴ്സിന് എക്സാമ്പിളാണ്. കണിക്കൊന്നയായാലും അതെ. നെക്സ്റ്റ് ഈസ് വെക്സിലറി ഈസ്റ്റുവേഷൻ. ഇത് പയറ് ചെടികളുടെ മാത്രം പ്രത്യേകമായിട്ടുള്ളൊരു ക്യാരക്ടറാണ് കേട്ടോ. പയറിന്റെ ഫാമിലിയിൽ ശംഖുപുഷ്പത്തിനും പയറിനും ഒക്കെ ഈ രീതിയിലാണ് കാണാറുള്ളത്. ഒരു വലിയൊരു പെറ്റല് പുറത്ത് കാണാൻ പറ്റും. അതിനെ പോസ്റ്റീരിയർ സൈഡ് എന്ന് വിളിക്കാം നമുക്ക്, പുറമേറ്റവും മുകളിലായിട്ട്. പോസ്റ്റീരിയർ സൈഡിലൊരു സ്റ്റാൻഡേർഡ് പെറ്റൽ എന്നാണ് വിളിക്കുക വലിയ പെറ്റലിനെ കേട്ടോ. അതുകൂടാതെ അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് രണ്ട് കുഞ്ഞു പെറ്റൽസ് ചിറക് പോലെ നിൽക്കുന്നുണ്ടായിരിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് വിങ് പെറ്റൽസ്. ഇനി ഏറ്റവും താഴെ വഞ്ചി പോലെ രണ്ടെണ്ണം കൂടി, രണ്ട് ചെറിയ എതളുകൾ കൂടി ഫ്യൂസ് ചെയ്തിട്ട് കാണാം. അതിനെ വിളിക്കുന്ന പേരാണ് കീൽ പെറ്റൽസ്. അപ്പോൾ ഈ രീതിയിലാണ് പയറ് ചെടിയുടെ പൂക്കളുടെ മുട്ടിൽ അറേഞ്ച്മെന്റ് ഉണ്ടായിരിക്കുക.
അപ്പോൾ ആ ഒരു അറേഞ്ച്മെന്റ് വളരെ പ്രത്യേകതയുള്ളതാണ്. പയറിന്റെ ഫാമിലിനെ വിളിക്കുന്ന പേരാണ് ഫാബേസിയെ. ആ ഫാമിലിയുടെ തന്നെ പ്രത്യേകതയാണ് ഇത്തരത്തിലുള്ള ഈ സിറ്റുവേഷൻ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോളൂ. സ്റ്റാൻഡേർഡ് പെറ്റൽ, വിങ് പെറ്റൽസ്. സ്റ്റാൻഡേർഡ് ഒന്നേ ഉള്ളൂ, വിങ് പെറ്റൽസ് 2 ഉണ്ട്, കീലും 2 ഉണ്ട്, പക്ഷെ അത് ഫ്യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആന്റീരിയർ പൊസിഷനിൽ. നെക്സ്റ്റ് നമ്മൾ പൂവിന്റെ ബാക്കിയുള്ള അല്ലെങ്കിൽ എല്ലാ ഭാഗങ്ങളെ കുറിച്ചും കുറച്ചും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കാൻ പോവുകയാണ്. ആദ്യം നമുക്ക് നോക്കേണ്ടത് കാലിക്സ് ആണ്. ഏറ്റവും അടിയിൽ ഇങ്ങനെ കാണുന്ന പച്ച കളറിലൊക്കെ കാണുന്ന ഭാഗം ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ കാലിക്സ് എന്ന് വിളിക്കുന്നത്. വലിയ കളർഫുൾ ഒന്നും അല്ല കാലിക്സ് അല്ലേ. ആ കാലിക്സിന്റെ ഓരോ ഘടകങ്ങളെയും കാലിക്സിൽ തന്നെ നോക്കൂ നിങ്ങൾ, എല്ലാത്തിലും ഇങ്ങനെ കപ്പ് പോലെ ഒന്നിച്ച് തന്നെ കാണണമെന്നില്ല കേട്ടോ. ചിലതിൽ ഇങ്ങനെ നമ്മൾ തക്കാളിയുടെയൊക്കെ കാലിക്സ് ഇങ്ങനെ അതിന്റെ മുകളിൽ അറ്റാച്ച് ചെയ്തിട്ട് കാണാറുണ്ട്. കാണുമ്പോൾ അതൊക്കെ വിട്ടാണ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ കാലിക്സിൽ ഓരോ സെഗ്മെന്റുകളുണ്ട്, ഓരോ കഷ്ണങ്ങളുണ്ടായിരിക്കും, ഓരോ ഭാഗങ്ങൾ. എതളെന്ന് പറയില്ലേ നമ്മൾ, അതേപോലെ വിതളങ്ങൾ എന്ന് പറയും. അപ്പോൾ ഈ വിതളങ്ങളെ ഓരോന്നിനെയും സെപ്പറേറ്റ് ആയിട്ട് വിളിക്കുന്ന പേരാണ് സെപ്പൽ. എതളുകളെയും ഇതേപോലെ വിളിക്കാറുണ്ട്. എതളിനെ കൊറോളാന്ന് ഒരുമിച്ച് വിളിക്കുമെങ്കിലും അതിന്റെ ഒരു ഘടകത്തിനെ മാത്രം നമ്മൾ പെറ്റൽ എന്നാണ് വിളിക്കാറുള്ളത്. അപ്പോൾ യൂണിറ്റ് ഓഫ് കാലിക്സ് ഈസ് കോൾഡ് സെപ്പൽ ആൻഡ് യൂണിറ്റ് ഓഫ് കൊറോള ഈസ് കോൾഡ് പെറ്റൽ. ഈ പെറ്റലുകളും സെപ്പലുകളും ഫ്യൂസ് ചെയ്തിട്ടും ഫ്രീ ആയിട്ടും ഒക്കെ കാണാറുണ്ട്. ഫ്യൂസ് ചെയ്ത് കാണുകയാണെങ്കിൽ അവരെ ഗാമോ സെപ്പാലസ് എന്നും, പെറ്റൽസ് ആണെങ്കിൽ ഗാമോ പെറ്റാലസ് എന്നുമാണ് വിളിക്കാറുള്ളത്. ഫ്രീ ആയിട്ടാണെങ്കിലോ, ഫ്രീ ആയിട്ടുള്ള പെറ്റൽസിനെയും സെപ്പൽസിനെയും പോളി പെറ്റാലസ് അഥവാ പോളി സെപ്പാലസ് എന്നൊക്കെയാണ് വിളിക്കാറുള്ളത്. മനസ്സിലായല്ലോ. അപ്പോൾ പെറ്റൽസ് സെപ്പൽസ് എവിടെയാണ് വരുന്നത്, അതിൻ്റെ അറേഞ്ച്മെന്റ് ഇത്രയും കാര്യങ്ങളാണെന്ന് ഓർമ്മിക്കേണ്ടത്. ഫ്രീ ആയിട്ടുള്ളതിനെ പോളി എന്നും ഫ്യൂസ്ഡ് ആണെങ്കിൽ ഗാമോ എന്നുമാണ് നമ്മൾ വിളിക്കാറുള്ളത്. നെക്സ്റ്റ്, മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിനെ വിളിക്കുന്ന പേരാണ് ആൻഡ്രീഷ്യം. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിനെ വിളിക്കുന്ന പേരാണ് ഗൈനീഷ്യം അല്ലേ. ഈ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായ ആൻഡ്രീഷ്യത്തിലും പല പല ഘടകങ്ങളുണ്ടായിരിക്കും. ആൻഡ്രീഷ്യത്തിന്റെ ഒരു ഘടകത്തിനെ വിളിക്കുന്ന പേരാണ് സ്റ്റേമൻ, കേസരം. ഒരു കേസരം അഥവാ സ്റ്റേമിന് എത്ര പാർട്സ് ഉണ്ട്? 2 ഭാഗങ്ങളാണുള്ളത്. ഒരു നീളത്തിലുള്ള ഒരു തണ്ടുണ്ടായിരിക്കും, അതിനെ ഫിലമെന്റ് എന്ന് വിളിക്കും. അതിന്റെ അറ്റത്ത് മഞ്ഞ കളറിൽ പൂമ്പൊടിയൊക്കെ ഇരിക്കുന്ന ഒരു ഭാഗമുണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് ആന്തർ. ആദ്യമായിട്ട് കേൾക്കല്ലേ ആന്തർ? അല്ല, നേരത്തെയും പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പം എന്തായാലും ഒരു സ്റ്റേമന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കുറച്ച് സ്വള്ളനായിട്ട് 2 ലോബ്ഡായിട്ട് 2 പാർട്ട് ഉണ്ടാവും, 2 സെഗ്മെന്റുകൾ. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ബൈ ലോബ്ഡ്. ലോബ് എന്ന് പറഞ്ഞാൽ 2 പ്രൊജക്ഷൻസ് അല്ലേ. അപ്പോൾ അങ്ങനെ 2 ലോബുകളായിട്ട് കാണുന്ന ആന്തർ ഉണ്ടായിരിക്കും, ബൈ ലോബ്ഡ് ആന്തർ. ആന്തറിന്റെ മറ്റൊരു പേരാണ് പൊള്ളൻ സാക്ക്, പൂമ്പൊടി ഇരിക്കുന്ന അറ, പൊള്ളൻ സാക്ക്. അപ്പോൾ ഇങ്ങനെ ആന്തർ സ്റ്റേമന് 2 ഭാഗങ്ങളുണ്ട്, ഒന്ന് ആന്തറും മറ്റൊന്ന് ഫിലമെന്റ്, തണ്ട്. ഇനി ചില പൂക്കളിൽ നമുക്ക് സ്റ്റിറൈലായിട്ടുള്ള ഫങ്ഷൻ ചെയ്യാത്ത നോൺ ഫങ്ഷണൽ ആയിട്ടുള്ള സ്റ്റേമൻസ് കാണാൻ പറ്റും. സ്റ്റിറൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫങ്ഷൻ ചെയ്യാത്ത, ഈ പൂമ്പൊടിയൊന്നും ഉണ്ടാവാത്ത സ്റ്റേമൻസ് ചില ചെടികളിൽ നമുക്ക് കാണാൻ പറ്റും. ഇത്തരം സ്റ്റേമൻസിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാമിനോഡ്. അത് എതള് പോലെ പരന്നിട്ടൊക്കെയാവും കാണാൻ ചിലപ്പോൾ. നമ്മൾ കന്ന എന്ന് പറഞ്ഞ ചെടിയിൽ പറഞ്ഞില്ലേ, അതിലൊക്കെ സ്റ്റാമിനോഡൊക്കെ പരന്നിട്ടാണ് കാണാറുള്ളത്. അപ്പോൾ അത് അതിൽ പൂമ്പൊടിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ സ്റ്റേമൻസ് ചില കേസുകളിൽ പെറ്റൽസിനോട് കൂടെ ചേർന്ന് കാണാറുണ്ട്, പെറ്റൽസിന്റെ മുകളിൽ ഒട്ടിപ്പിടിച്ച് കാണാറുണ്ട്. അതാണ് ടീച്ചറുടെ പ്ലസ് ഇട്ടിരിക്കുന്നത്. സ്റ്റേമൻസ് പെറ്റൽസിന്റെ മുകളിൽ ഒട്ടിപ്പിടിച്ച് കാണുകയാണെങ്കിൽ when stamens are seen attached to petals, such condition is called epipetalous. പെറ്റലിന്റെ മുകളിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു, അതുകൊണ്ട് അതിനെ എപ്പിപെറ്റാലസ് സ്റ്റേമൻസ് എന്നാണ് വിളിക്കാറുള്ളത്. ചില കേസുകളിൽ സ്റ്റേമൻ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പെറ്റൽസ് ആയിരിക്കില്ല. ഇപ്പൊ നമ്മൾ മോണോകോട്ട് ചെടികളാണെങ്കിൽ ഇങ്ങനെ പെറ്റൽസും സെപ്പൽസും വേറെ വേറെ നമുക്ക് കാണാൻ കഴിയില്ല. കാലിക്സും കൊറോളയും വേറെ വേറെ ഉണ്ടായിരിക്കില്ല, അവർക്ക് ഒന്നേ ഉണ്ടാവുള്ളൂ. അതിനെ വിളിക്കുന്ന പേരാണ് പെരിയാന്ത്. അപ്പോൾ നമ്മൾ ലില്ലി ചെടിയിലൊക്കെ കാണുന്നത് പെരിയാന്താണ്. ഈ പെരിയാന്തിന്റെ മുകളിലാണ് സ്റ്റേമൻ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ എപ്പിഫില്ലസ് എന്നാണ് വിളിക്കാറുള്ളത് കേട്ടോ. ഒന്ന് ഓർമ്മിച്ച് വയ്ക്കുക. എപ്പിപെറ്റാലസ് കണ്ടീഷൻ ആയിരിക്കാം സ്റ്റേമൻസ് ഒന്നുകിൽ പെറ്റൽസിന്റെ മുകളിലാണെങ്കിൽ. പെരിയാന്തമിലാണ് ഒട്ടിപ്പിടിച്ചിരിക്കുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് എപ്പിഫില്ലസ് കണ്ടീഷൻ എന്നാണ്. ഇനി സ്റ്റേമൻസ് ഗ്രൂപ്പുകളായിട്ട് ചിലപ്പോൾ കാണാറുണ്ട്.
ഒന്നിച്ച് ഒരു സെറ്റായിട്ട് കാണാറുണ്ട്. അത്തരം കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് മോണോ അഡൽഫസ് സ്റ്റേമൻസ്. ചെമ്പരത്തിയിലൊക്കെ നടുക്കിലുള്ള തണ്ടുമ്മൽ ചുവപ്പ് കളറിലൊരു നടുക്കിലൊരു ട്യൂബ് ഇങ്ങനെ നിൽക്കണില്ലേ, അത് ഒറ്റ ഒരു ബണ്ടിലായിട്ട് നിൽക്കുന്ന സ്റ്റേമൻസ് ആണ്. അതിനെ വിളിക്കുന്ന പേരാണ് മോണോ ഒന്ന്, അഡൽഫസ് ഫ്യൂസ് ചെയ്തിട്ട് കാണുന്നത്. അപ്പോൾ മോണോ അഡൽഫസ് സ്റ്റേമൻസ് എന്ന് വിളിക്കാറുണ്ട്. ചില കേസുകളിൽ 2 സെറ്റായിട്ട് പയറിന്റെ ഫാമിലിയിലൊക്കെ കാണാറുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ഡൈ അഡൽഫസ് സ്റ്റേമൻസ്. ഇനി 2ൽ കൂടുതൽ സെറ്റുകളായിട്ട് സ്റ്റേമൻസ് അറേഞ്ച് ചെയ്തിരിക്കുകയാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് പോളി അഡൽഫസ് സ്റ്റേമൻസ്. അതിന് എക്സാമ്പിളാണ് നാരകം, സിട്രസ് ഒക്കെ കേട്ടോ. ഇനി ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്റ്റേമനിൽ നോക്കാനുള്ളത്. ഈ മോണോ അഡൽഫസും ഇതൊക്കെ നമുക്കൊന്നും കൂടെ നോക്കാം. ഇതാ ചെമ്പരത്തിയുടെ നടുക്കിലുള്ള ട്യൂബ് പോലുള്ള ഒരു ഭാഗം മോണോ അഡൽഫസ് എന്ന് വിളിക്കും നമ്മൾ. ഹിബിസ്കസ് ആണ് അതിന് എക്സാമ്പിൾ. അതുപോലെ തന്നെ പയറിന്റെ ഫാമിലിയിൽ 9 സ്റ്റേമൻസ് ചേർന്ന് ഒരൊറ്റ ബണ്ടിലായിട്ട് ഫോം ചെയ്തിട്ടുണ്ടാവും. 9 സ്റ്റേമൻസ് ഒരുമിച്ച് ചേർന്നിട്ടാണ് കാണുക. അതേസമയം ഒരു സ്റ്റേമൻ മാത്രം വേറിട്ട് നിൽക്കും. അപ്പോൾ ഇതെന്തായി, 2 സെറ്റായില്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷനെ വിളിക്കുന്നവരാണ് ഡൈ അഡൽഫസ്. അടുത്തത് 2ലധികം സെറ്റുകൾ കാണുന്നതിന് എക്സാമ്പിളാണ് സിട്രസ് അഥവാ പോളി അഡൽഫസ് എന്നാണ് അതിനെ വിളിക്കുക. അതിന് എക്സാമ്പിൾ സിട്രസ്. പോളി എന്ന് പറഞ്ഞാൽ മെനി, മോർ ദാൻ 2. അപ്പോൾ ഇങ്ങനെ നമ്മൾ നാരകത്തിൻ്റെയൊക്കെ പൂവിൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കാണുക. കുറേ സെറ്റുകൾ ഉണ്ടാവും. ഒരു സെറ്റിൽ തന്നെ കുറേ സ്റ്റേമൻസ് ഉണ്ടാവും കേട്ടോ. ആ ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ പോളി അഡൽഫസ് സ്റ്റേമൻസ് എന്ന് വിളിക്കാറുള്ളത്. നെക്സ്റ്റ് നമ്മൾ ഗൈനീഷ്യത്തിനെ കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനെ വിളിക്കുന്ന പേരാണ് ഗൈനീഷ്യം. ഗൈനീഷ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. പൂവിൻ്റെ നടുക്കിലായിട്ട് ഇങ്ങനെ ഒരു ഭാഗം കണ്ടിട്ടുണ്ടാവും. തുമ്പത്തൊരു സ്റ്റിഗ്മ, പിന്നെ ഒരു നീളമുള്ള ട്യൂബ്, അതിന് സ്റ്റൈൽ എന്നാണ് വിളിക്കുക. ഏറ്റവും അടിയിലായിട്ട് കുറച്ച് വീർത്തിരിക്കുന്ന ഒരു ഭാഗം, അതിനെ ഓവറി എന്നാണ് വിളിക്കുക. ഇതാണ് ഭാവിയിൽ പഴമൊക്കെ ആയിട്ട് ഫ്രൂട്ട്സ് ആയിട്ട് മാറാനുള്ള ഭാഗം. എന്തായാലും ഗൈനീഷ്യത്തിന്റെ ഒരു യൂണിറ്റിനെ മാത്രം വിളിക്കുന്ന പേരാണ് കാർപ്പൽ അഥവാ പിസ്റ്റൽ. ഇതാണ് കാർപ്പൽ അഥവാ പിസ്റ്റലിന്റെ സ്ട്രക്ചർ. എത്ര സ്ട്രക്ചർ ഉണ്ട്? സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി. ഇനി ഈ കാർപ്പൽസ് അല്ലെങ്കിൽ പിസ്റ്റൽസ് ഫ്രീ ആയിട്ട് കാണാം, ചിലപ്പോൾ ഫ്യൂസ് ചെയ്തിട്ട് കാണാം. ഫ്രീ ആയിട്ട് കാണുക ഒന്നിലധികം ഉണ്ടെങ്കിൽ കേട്ടോ, ഒരെണ്ണം മാത്രമേ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ ഫ്രീയും ഫ്യൂസും ഒന്നുമില്ല. മോണോ കാർപ്പസ് എന്നാണ് വിളിക്കുക. ഒന്നിലധികം കാർപ്പൽസ് ഉണ്ടെങ്കിൽ അത് ഫ്രീ ആയിട്ടാണ് കാണുന്നതെങ്കിൽ അതിനെ എപ്പോ കാർപ്പസ് എന്നാണ് വിളിക്കാറുള്ളത്. ഒന്നിലധികം കാർപ്പൽസ് ഒരുമിച്ച് ഫ്യൂസ് ചെയ്തിട്ടാണ് കാണുന്നതെങ്കിൽ അതിനെ സിൻ കാർപ്പസ് എന്നാണ് വിളിക്കാറുള്ളത്. അപ്പം പിന്നെ പറയാനുള്ളത്, അപ്പോൾ ഫ്രീ കാർപ്പൽസിനെ എന്ത് വിളിക്കും പറഞ്ഞു നോക്കൂ? എപ്പോ കാർപ്പസ്. ഫ്യൂസ്ഡ് കാർപ്പൽസിനെയോ സിൻ കാർപ്പസ്. സിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഫ്യൂഷൻ എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ ഫ്യൂസ്ഡ് കാർപ്പൽസ് കേട്ടോ. ഇനി ഓവറിയുടെ ഉള്ളിൽ എന്താ ഉണ്ടാവുക? ഈ ഓവറിയുടെ ഉള്ളിൽ എന്താ ഉണ്ടാവുക? ഓവ്യൂൾസ് എന്ന് പറയുന്ന ചെറിയ ചെറിയ ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പ്ലാസന്റയും ഉണ്ടായിരിക്കും. ഭാവിയിൽ വിത്ത് സീഡ്സ് ആയിട്ട് മാറുക. ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൂട്ടിന്റെ ഉള്ളിലല്ലേ വിത്തുകൾ ഉണ്ടാവുക. ആ വിത്തുകൾ ആയി മാറുന്ന ഒരു ഭാഗമാണ് ഓവ്യൂൾ എന്ന് വിളിക്കുന്നത് കേട്ടോ. അതേപോലെ ഈ ഓവ്യൂൾസിന് വേണ്ട ഫുഡൊക്കെ കൊടുക്കുന്ന ഭാഗത്തിനെ പ്ലാസന്റ എന്നാണ് വിളിക്കാറുള്ളത്. ഓവ്യൂൾസിന്റെയും പ്ലാസന്റയുടെയും അറേഞ്ച്മെന്റ് അനുസരിച്ചിട്ട് ഗൈനീഷ്യത്തിന് നമുക്ക് പല രീതിയിൽ പറയാൻ പറ്റും കേട്ടോ. എന്തായാലും ഓവ്യൂൾസിന്റെ ഈ അറേഞ്ച്മെന്റിന് പ്രത്യേകമായിട്ടുള്ള ഒരു ടേം കൊടുത്തിട്ടുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് പ്ലാസന്റേഷൻ. എന്താ വിളിക്കുക? പ്ലാസന്റയുടെയും ഓവ്യൂളിന്റെയും അറേഞ്ച്മെന്റിനെ വിളിക്കുന്ന പേരാണ് പ്ലാസന്റേഷൻ. എത്ര തരത്തിലുള്ള പ്ലാസന്റേഷൻ ഉണ്ട്? മാർജിനൽ പ്ലാസന്റേഷൻ. പ്ലാസന്റ മാർജിനിലാണ് കാണുന്നതെങ്കിൽ ഓവറിയുടെ മാർജിനിൽ അല്ലേ. എക്സൈൽ പ്ലാസന്റേഷൻ, പ്ലാസന്റ ആക്സില് മിഡിലായിട്ടാണ് കാണുന്നതെങ്കിൽ. പെറൈറ്റൽ പ്ലാസന്റേഷൻ, പെരിഫറി അഥവാ ഓവറിയുടെ ചുറ്റും വശങ്ങളിലായിട്ടാണ് കാണുന്നതെങ്കിൽ. ഫ്രീ സെൻട്രൽ പ്ലാസന്റേഷൻ, നടുവിലായിട്ട് ഫ്രീ ആയിട്ട് നിൽക്കുന്ന പ്ലാസന്റയാണെങ്കിൽ. അടുത്തത് ബേസൽ പ്ലാസന്റേഷൻ, ഓവറിയുടെ അടിയിൽ നിന്നും വരുന്ന പ്ലാസന്റേഷൻ. അപ്പോൾ പ്ലാസന്റയും ഓവ്യൂൾസും വരുന്നതിനനുസരിച്ചിട്ട് ഓവറിയുടെ ഉള്ളിലിരിക്കുന്ന പൊസിഷൻ അനുസരിച്ചിട്ടാണ് ഇത്തരം തരത്തിലുള്ള 5 തരത്തിലുള്ള പ്ലാസന്റേഷൻ കാണുന്നത്. മാർജിനൽ പ്ലാസന്റേഷൻ പയർ ചെടിയുടെ പ്രത്യേകതയാണ്, അല്ലെങ്കിൽ പയറിന്റെ ഫാമിലിയുടെ പ്രത്യേകതയാണ്. നിങ്ങൾ ആ മരപ്പയറും പയറൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കാണാം, നീളത്തിലാണ് ഓവറി ഇരിക്കുന്നുണ്ടാവുക അല്ലേ. അതിൽ വിത്തുകളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എങ്ങനെയായിരിക്കും? ഒരു വശത്ത് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടാണ് കാണുന്നുള്ളത് അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഭാഗത്ത് മാത്രം വിത്ത് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത രീതിയിൽ കാണുന്നതിനാണ് നമ്മൾ മാർജിനൽ പ്ലാസന്റേഷൻ എന്ന് വിളിക്കുന്നത്. ഓവറി
ഓവറിയുടെ ഇതാണ് ഓവറി കേട്ടോ, ഓവറിയുടെ ഒരു മാർജിനിൽ മാത്രം ഓവ്യൂൾസും പ്ലാസൻ്റെയും സെറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ മാർജിനൽ പ്ലാസൻറ്റേഷൻ എന്ന് വിളിക്കും. പി ഫാമിലി അഥവാ ഫാബേസിയുടെ പ്രത്യേകതയാണ് ഈ അറേഞ്ച്മെൻറ്റ് കേട്ടോ. നെക്സ്റ്റ് ആക്സിയൽ പ്ലാസൻറ്റേഷൻ നമ്മൾ പറഞ്ഞു സെൻറ്ററിൽ ആക്സിലായിട്ടാണ് കാണുന്നത് അല്ലേ ഇവിടെ പ്ലാസൻ്റ. അതേപോലെ തന്നെ ഒരു പ്രത്യേകതയും കൂടി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇതിനിങ്ങനെ 2 പാർട്ടീഷൻസ് ഉണ്ട് അല്ലേ, സെഗ്മെൻറ്റുകളായി തിരിച്ചിട്ടുണ്ട്. സെപ്റ്റ എന്നാണ് വിളിക്കുക കേട്ടോ. ഓവറിയുടെ ഇടയിൽ ഇങ്ങനെ സെപ്പറേഷൻസ് ഉണ്ട് അല്ലേ, നാരങ്ങയൊക്കെ കണ്ടിട്ടില്ലേ, ഓരോ അല്ലികളെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും, ഓരോരോ സെപ്പറേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇത്തരത്തിലുള്ള അറേഞ്ച്മെൻറ്റ്, ഈ 2 കാര്യങ്ങളും ഓർമ്മിക്കണം. ഓവറി ഓവ്യൂൾസ് അല്ലെങ്കിൽ പ്ലാസൻറ്റ is present in the axil or middle. At the same time ovary is localized or separated by septa or cross walls. ഓവറിയെ സെപ്പറേറ്റ് ചെയ്യുന്ന ഭിത്തികൾ ഉണ്ടായിരിക്കും. നമ്മളിപ്പോൾ വെണ്ടയ്ക്കൊക്കെ മുറിക്കുമ്പോൾ പ്രത്യേകമായിട്ട് കണ്ടിട്ടുണ്ടാവും ഇടയിൽ ഇങ്ങനെ വരകൾ, ഇത് 3 എണ്ണമല്ല ഉണ്ടാവും, വെണ്ടയ്ക്കയിൽ 5 വരയൊക്കെ ഉണ്ടാവും സെപ്പറേഷൻ. അതുപോലെ തന്നെ വിത്തൊക്കെ ഉണ്ടാവുക എവിടെയാ, വെണ്ടയ്ക്കയുടെ നടുവിലാണ് കാണാം അല്ലേ. അതൊക്കെ ആക്സിയൽ പ്ലാസൻറ്റേഷൻ എക്സാമ്പിളാണ്. അപ്പോൾ ആക്സിയൽ പ്ലാസൻറ്റേഷന് നടുക്കിൽ പ്ലാസൻ്റ ഉണ്ടാവുമെന്ന് മാത്രം ഓർമ്മിച്ചാൽ പോരാ, സെപ്റ്റി ഉണ്ടാവും എന്നുള്ളതും കൂടി ഓർമ്മിക്കണം. എക്സാമ്പിൾ ലെമൺ, ലേഡീസ് ഫിംഗർ. പറൈറ്റൽ പ്ലാസൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുക്കുംബർ ഫാമിലിയുടെ ഒക്കെ പ്രത്യേകതയാണ്. കുക്കുംബറും വെള്ളരിയും ഒക്കെ നമ്മൾ മുറിച്ച് കഴിഞ്ഞാൽ വെജിറ്റബിൾസ് ഒക്കെ മുറിക്കുമ്പോൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ അരികിലായിട്ടാണ് പ്ലാസൻ്റ ഉണ്ടായിരിക്കുക, മാർജിനിലായിട്ട്. അത് ഒരു ഭാഗത്തല്ല കേട്ടോ, പല വശങ്ങളിൽ മാർജിനിലായിട്ട് നമുക്ക് പെരിഫറൽ ആയിട്ടുള്ള അറേഞ്ച്മെൻ്റ് ആണ് കാണാറുള്ളത്. ഇത്തരം അറേഞ്ച്മെൻറ്റിനെയാണ് പെറൈറ്റൽ അറേഞ്ച്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. പ്ലാസൻറ്റ ആൻഡ് ഓവ്യൂൾസ് ആർ അറേഞ്ച്ഡ് ഓൺ ദി പെരിഫറൽ പാർട്ട് ഓഫ് ദി ഓവറി. Such arrangement is called parietal placentation. It is the feature of cucumber family. Next, free central placentation. ഓവറിയും ഓവ്യൂൾസും പ്ലാസൻ്റയും ഒക്കെ നടുക്കിലാണ് കാണുന്നത്, ആക്സിയലിൻ്റെ പോലെ തന്നെ. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്, എന്താണ് ഇവിടെ, ലോക്യൂൾസ് ആയിട്ട് സെപ്പറേഷൻ ഇല്ല അല്ലേ. അത്തരം പ്ലാസൻറ്റേഷനെയാണ് ഫ്രീ സെൻട്രൽ പ്ലാസൻറ്റേഷൻ എന്ന് വിളിക്കുന്നത്. ഇതും തെറ്റിക്കരുത്, ഇതിന് ലോക്യൂൾസ് അഥവാ സെപ്പറേഷൻ ഉണ്ടെന്നുള്ളതും ഇതിനില്ല എന്നുള്ളതും ഓർമ്മിച്ച് പഠിക്കേണ്ടതാണ്. ബേസൽ പ്ലാസൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറി ഉണ്ടാവും, ഓവറിയുടെ ഉള്ളിൽ ഒരു ഓവ്യൂൾ മാത്രം അടിയിൽ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് പൊന്തി നിൽക്കുന്നുണ്ടാവും. അത്തരം പ്ലാസൻറ്റേഷൻ വിളിക്കുന്ന പേരാണ് ബേസൽ പ്ലാസൻറ്റേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക്